കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അറിയിച്ചു. പ്രമുഖ സാമുദായിക നേതാക്കളും റാലിയിൽ പങ്കെടുത്ത് നിലപാട് വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ കേരളത്തിന്റെ പ്രതിഷേധം വിളിച്ചോതുന്നതായി കോഴിക്കോട് കടപ്പുറത്തെ ജനമുന്നേറ്റം. വൈകിട്ട് 7 മണിയോടെ കടപ്പുറം ജനസാഗരമായി. ജനപങ്കാളിത്തത്തിനൊപ്പം പ്രമുഖ സാമുദായിക നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടും റാലി ശ്രദ്ധ നേടി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം എടുത്ത ധീരമായ നിലപാട് ശ്ലാഘനീയമെന്ന് സംസ്ഥാന നേതാവ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ ഇതിലെടുത്ത നിലപാടുകൾ ശ്ലാഘനീയമാണ്. അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി ഈ സംഘ് പരിവാറിന്റെ ഈ കരുനീക്കത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ധീരമായ നിലപാട് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുക്കുകയും ഈ നിയമത്തിനെതിരെയുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തു എന്നത് അഭിമാനത്തോടു കൂടി നമ്മളിവിടെ സ്മരിക്കുകയാണ്. LDF മുന്നേറ്റത്തെ അഭിനന്ദിക്കുന്നതായി കാന്തപുരം വിഭാഗം നേതാവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. കേരളത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന്, ബഹുമാന്യരായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ നീക്കത്തിന് കഴിയും എന്ന് ഉറപ്പുണ്ട്. ആത്മധൈര്യം പകരുന്നതാണ് CPIM നിലപാടെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. ശ്രീ പിണറായി വിജയൻ്റെ മാരെയുള്ള സേനാനായകന്മാരുടെ നേതൃത്വത്തിൽ പീഡിക്കപ്പെട്ട സമൂഹങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവർ ഇന്നത്തെ മാരത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവിടെ പീഡിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മധൈര്യമാണ് പകർന്നു കൊടുക്കുന്നത്. എളമരം കരീം MP റാലിയിൽ അധ്യക്ഷത വഹിച്ചു. KK ശൈലജ ടീച്ചർ, കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് P രാമഭദ്രൻ, ഡോക്ടർ IP അബ്ദുസലാം, KP രാമനുണ്ണി, K സജാദ് എന്നിവർ സംസാരിച്ചു. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, P മോഹനൻ മാസ്റ്റർ, MLA മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.